റെഡിയാണ്. ഉള്ളവരെ ഇന്ന് ഫജർ ക്ലബിൽ നമുക്കായി ക്ലാസ് എടുക്കുന്നത് ആണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ലാസ് എടുക്കാൻ വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാക്കിയ ഫർള് നമസ്കാരം, സുബഹി നമസ്കാരം അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി ജമാഅത്തായി നിർവഹിക്കാൻ കുറെ പേർക്ക് സാധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് ഓർക്കുന്ന അല്പസമയ മജ്ലിസിൽ നമുക്ക് ഇരിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദുരിതമുണ്ടാവുമ്പോൾ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് സുഭിക്ഷിതയുണ്ടാവുമ്പോൾ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ എന്നുള്ള തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഈ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളില് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ആശ്വാസ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ നമ്മൾ ഓർക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും വേണം. അതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ജീവിതത്തില് ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ മാത്രം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ സ്മരിക്കുക, ഓർക്കുക. അവ നീങ്ങിയാലോ അള്ളാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുകയുമാണെങ്കിൽ അവിടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളപ്പെടും, ഒഴിവാക്കപ്പെടും എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, യഖീൻ, ഈമാനിലുള്ള യഖീൻ, അവനോടുള്ള നിസ്വാർത്ഥ സ്നേഹവുമല്ല നയിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം മതം ഭൗതിക ലാഭങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ളതാണ് അവൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവ നേടിയാൽ മതിമറന്ന് ജീവിക്കുന്നു, അവ നഷ്ടമായാലോ അത് കരഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആകാവുന്നതല്ല. ഏത് ജീവിത സാഹചര്യത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിം എന്നുള്ളതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, അനുസരിക്കപ്പെടുന്നവൻ എന്നുള്ളതാണല്ലോ. നന്മയും തിന്മയും അതുപോലെ തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും അള്ളാഹു നൽകുന്നതാണെന്ന് നമുക്കറിയാം. അതിൽ ദൃഢബോധ്യമുള്ളവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നത്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ കുറഞ്ഞ കാല ദുനിയാവ് ജീവിതം എന്ന് പറയുന്നത് ജയിലാണ്. കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് സമാധാനമാണ്, യാതൊരു പ്രയാസവുമില്ല. അവർക്ക് ഈ ഒരു ജീവിതത്തോടു കൂടി അവരുടെ ഇഹലോകം, അവരോട് എല്ലാവിധ ലോകങ്ങളും ഇവിടെ തന്നെ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലോകം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെയുള്ള ഈ ഒരു ജീവിതം വളരെ കുറഞ്ഞ കാല ദുനിയാവ് ജീവിതമാണെന്ന് മുഅ്മിനറിയാം. ഏത് ജീവിത സാഹചര്യത്തിലും അള്ളാഹുവിനെ അനുസരിക്കണം എന്നുള്ളതാണ്. ഇത്തരം സ്വഭാവമുള്ളവരെ വിശുദ്ധ ഖുർആൻ ഇപ്രകാരമാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത് നോക്കാം. മനുഷ്യനെ വല്ല വിപത്തും ബാധിച്ചാൽ അവൻ നിന്നോ ഇരുന്നോ കിടന്നോ നമ്മോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു പറയാണ് ഖുർആനില്, അങ്ങനെ അവനെ ആ വിപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയാലോ പിന്നെ അവനകപ്പെട്ട വിഷമസന്ധിയിൽ അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേയില്ല എന്നുള്ള വിധത്തിലായിരുന്നു അവന്റെ പെരുമാറ്റം. അതിര് കവിയുന്നവർക്ക് അവരുടെ ചെയ്തികൾ വിധം അലങ്കൃതമായി തോന്നുന്നു. സൂറത്ത് യൂനുസിൽ 12-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആദ്യമേ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജനത ഉണ്ടാവും. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുക. അനുഗ്രഹങ്ങളും സന്തോഷത്തിന്റെ നാളുകളും വന്നു കഴിഞ്ഞാൽ അള്ളാഹുവെ ഓർക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ.
ഒരു ഉപമയിലൂടെ വിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാവുന്നത് പോലെ അങ്കബൂത്തില് പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ തങ്ങളുടെ വണക്കവും അതുപോലെ തന്നെ വഴക്കവും ഒക്കെ ആത്മാർത്ഥതയും അള്ളാഹുവിന് മാത്രമാക്കി അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ടോ അവനവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചാലോ അവരത് അവന് പങ്കാളികളെ ശിർക്ക് അവർ വെക്കുന്നു, സങ്കല്പിക്കുന്നു. സൂറ അൻകബൂത്തിൽ പറഞ്ഞതാണ്. അപ്പോ സുഖമുണ്ടാവുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നവരെയാണ്, ദുഃഖമുണ്ടാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും ഓർക്കപ്പെടും, സഹായിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ക്ഷേമം ഉണ്ടാവുമ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക, ക്ഷാമം ഉണ്ടാവുമ്പോൾ അവൻ നിന്നെയും ഓർക്കും എന്ന് അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഹസനുൽ ബസ്രി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? അദ്ദേഹം അള്ളാഹുവിന്റെ വിശുദ്ധി വാക്കുന്നവരിൽ പെട്ടവരായിരുന്നില്ലെങ്കിൽ നിശ്ചയമായും ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയും ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം ആ മീനിന്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ യൂനുസ് നബി മീനിന്റെ വയറ്റിന്റെ ഉള്ളിലാകുന്നതിന് മുമ്പേ ഉള്ള സന്തോഷഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർത്തിരുന്നു, ദിക്ർ ചെയ്തിരുന്നു, ദുആ ചെയ്തിരുന്നു ക്ഷേമകാലത്ത്. എന്നാൽ ഒരു പ്രയാസം വന്നപ്പോൾ അവിടെയും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പടച്ചോനെ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയല്ലോ എന്ന് യൂനുസ് നബി പറഞ്ഞ ദുആ നമുക്ക് അറിയാമല്ലോ. അപ്പോ യൂനുസ് നബി ഇതിന്റെ ആശയം ഇതാണ്, യൂനുസ് നബി ക്ഷേമത്തിലായിരുന്നപ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നപ്പോൾ അള്ളാഹുവിനെ ഓർത്തിരുന്നു. പക്ഷെ ഒരു പ്രയാസം വന്നപ്പോൾ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു, അക്രമകാരികളിൽ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് 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 ദിവസങ്ങളോളം മീനിന്റെ വയറ്റിൽ കഴിഞ്ഞുകൂടിയ നബിയായിരുന്നല്ലോ യൂനുസ് നബി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആപൽഘട്ടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബിയെ സഹായിച്ചു എന്നുള്ളതാണ് ഈ വാക്യത്തിന്റെ ഉദ്ദേശം. സൽപ്രവർത്തനങ്ങളാണ് ഒരാൾക്ക് വിപത്തുകളിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു അർത്ഥത്തിൽ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ദുആ ചെയ്ത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരീക്ഷണങ്ങളിലും സന്തോഷങ്ങളിലും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും അവനോട് ശുക്ർ ചെയ്യുകയും ചെയ്യുക. ഖുർആനിന്റെ ഉത്ബോധനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ബഹുമാനനായ ഈജാസ് ഉസ്താദിന് നന്ദി. അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ലോകത്തിൽ വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും.